വേദിയിലെയും സദസ്സിലെയും സുഹൃത്തുക്കൾ, വളരെ സന്തോഷകരമായ ഒരു അപരാഹ്നമാണ്. ചാറ്റമ്പുഴ വഴിയിലെ അന്നത്തെ കാലത്ത് നീ വരാൻ പോകുന്ന സദ്യ എല്ലാവരുടെ വാക്കുകൾ 50 വർഷത്തെ 25 വർഷത്തെ സാഹിത്യ രചനയുടെയും പിന്നെ 75 പിറന്നാളിന്റെയും ഒക്കെ സമയത്ത് നമ്മൾ നൽകുന്ന സ്നേഹം ഒരാദരവായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് ആൾക്കാരുടെ പ്രായമനുസരിച്ച് അദ്ദേഹത്തിന് നമ്മൾ നൽകുകയാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിന് 1000 രൂപയ്ക്ക് സമ്പത്ത് സമൃദ്ധമായ അനുമതി 100 വർഷം വരെ ആകട്ടെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കും. അന്നത്തേക്ക് ഈ മെഡിക്കൽ ടെക്നോളജി കുറെ കൂടെ അഡ്വാൻസ് ആവും. ഒരു കുഴപ്പമില്ല, വെന്റിലേറ്റർ ഇല്ലാതെ ഇന്ന് ഞാനാദ്യം ബലൂരിനെ പരിചയപ്പെടുത്തുകൊണ്ട് നമ്മുടെ സാഹിത്യ ചെറുപ്പക്കല്ലേ 30-35 കൊല്ലമായി. അന്ന് CP ശ്രീധരൻ ഇങ്ങനെ കൺട്രോളായിട്ടിരിക്കുന്ന കാലമാണ്. ആരാണ്? CP ശ്രീധരൻ ആണ് അന്ന് സാഹിത്യത്തിന്റെ എല്ലാ കൺട്രോളും. എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ പോലെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്പലൂരിനെ ഉള്ളത്. പക്ഷെ അമ്പലൂരിനെ എനിക്ക് സത്യത്തെ അറിഞ്ഞുകൂടായിരുന്നു. ഏതോ പ്രൊഫസറോട് ഇങ്ങനെ, പ്രൊഫസർമാരെ മലയാള പ്രൊഫസറാണ് തീർച്ചയായിട്ടും കവിത എഴുതുന്നത്, സംശയമില്ല. അത് പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അങ്ങനെ വിചാരിച്ചില്ല, എനിക്കാണ് കവിതയാണെ അറിഞ്ഞുകൂടാ. ശരിക്കും നല്ല എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോഴേ പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞു കൊടുത്തു? നാളെന്താന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് നാളെ ചതയം. ഓ ചതയമാണ് ഏതാ മാസം? ഞാൻ പറഞ്ഞു ഇന്ന മാസം. അപ്പം താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പലൂര് അവരോടൊരു കാര്യം പറയാം. എന്റെ അച്ഛൻ അച്ഛൻ അഡ്വക്കേറ്റായിരുന്നു. അവിടെ മോരിക്കര ഡിസ്ട്രിക്ട് കോർട്ടിലായിരുന്നു, നേവിയിൽ അപ്പോഴേ 1929 പക്ഷെ അച്ഛന് എന്റെ മുത്തച്ഛൻ വലിയ ജ്യോതിഷി, ചെന്നാസ് കൊടുത്തതിന് അച്ഛൻ്റെ അച്ഛൻ. അപ്പൊ അത് കാരണം പൈതൃകമായിട്ട് അച്ഛന് കിട്ടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ. അച്ഛനാണ് ഇവിടെ അന്ന് നമ്മുടെ പാഠ്യവിദ്യാഭവൻ ആദ്യമായിട്ട് ഈ അസ്ട്രോളജിയുടെ ക്ലാസ് തുടങ്ങിയപ്പോഴും ഇംഗ്ലീഷും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മലയാളത്തിലുള്ള ഗുളികനെയൊക്കെ ചേർത്തിട്ടുള്ള പരിപാടികൾ അന്ന് ഒക്കെ ആക്റ്റീവായിട്ടുണ്ട്. ഇവരെല്ലാവരും അച്ഛനെല്ലാം ഉണ്ടാക്കി. അപ്പൊ അച്ഛനെ കുറിച്ച് നല്ല വിവരമുണ്ട്. മാത്രമല്ല അച്ഛനാ ഇന്ത്യൻ അസ്ട്രോളജിക്കൽ മാഗസിൻ PV രാമന്റെ അതൊക്കെ എഴുതുമായിരുന്നു. അത് ആർട്ടിക്കിളുകൾ എഴുതുന്നതിനെ കുറിച്ച് ഗമയുണ്ട്. ഞാൻ ബി കെയർഫുൾ, ആവശ്യമില്ലാതൊന്നും പറയുന്നത് അച്ഛനിങ്ങനെയുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് സംശയം എനിക്കും ഇതൊക്കെ വന്നു. അത് ഓർമ്മയാണ്. ആൾക്കാരി അച്ഛൻ ഇത്രയൊക്കെ ജ്യോതിഷമുള്ളപ്പോൾ ഇങ്ങനെ കാണുമല്ലോ. അത് കാരണം എന്റെ ഫലമൊന്നും പറഞ്ഞില്ല. കുറച്ചു കാലം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എന്തോ കാര്യത്തിൽ പറഞ്ഞു, താനും ഈ കവിതയുണ്ടോ നമുക്ക് എങ്ങനെയെന്താ എന്താ ആർക്ക് മാതൃകയായി എന്റെ അമ്പലൂര് ജാതകമൊക്കെ കൃത്യമായിട്ടായിരുന്നു. ഇപ്പോഴതിനെ അറിയത്ത് അവനീട് പോയിക്കുന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ല, നീ നോക്കിയിട്ടൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ തമാശയൊക്കെ. എനിക്ക് വലിയ ഇഷ്ടം എന്താണെന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഒരു സ്റ്റോപ്പ് പോലും ഇല്ല. അത് കൊമ പോലും സെമിക്കോളൊന്നുമില്ല. വർത്താനം പറയുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിലും പക്ഷെ നമുക്ക് പിന്നീട് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കിട്ടും. എനിക്കാണെങ്കിൽ കോളങ്ങൾ എഴുതുക എന്നൊക്കെ ഉള്ളത് ഒരുപാട് ആശയങ്ങൾ വന്നിട്ടുണ്ട്. ആ ഇൻപുട്സിന് മറ്റേതെങ്കിലും നമ്മുടെ അക്കാലത്ത് ഇത്രയധികം ഗൂഗിൾ അങ്ങോട്ട് വന്നിട്ടില്ല. പബ്ലിക് ലൈബ്രറി പോകണം, എൻസൈക്ലോപീഡിയ നോക്കണം, അല്ലെങ്കിൽ വഴിയെ നടക്കുമ്പോൾ ഇദ്ദേഹത്തിനോട് കൂടിയാൽ ഒന്നുമില്ല, എനിക്ക് കുറച്ച് മാത്സ് എന്തായി അങ്ങനെ ഒരു വലിയ ഇൻപുട്സ് കയ്യിലുള്ള ആളായിരുന്നു. വാസ്തവത്തിൽ അതാണ് വാസ്തവത്തിൽ സാഹിത്യത്തിന്റെയും എല്ലാ രചനയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ അടിസ്ഥാനം. പിന്നെ പറഞ്ഞ 55ാം വാർഷികം എടുത്തെന്ന് പറഞ്ഞു. അത് മറ്റേ പ്രൊഫസർ ഒരു വേല വെച്ചിട്ട് പോയതാണ്. എനിക്കതല്ല. എഴുത്തെന്ന് പറയുന്നത് അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്, ലിറ്ററേച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയത്തിനെ ആ രൂപത്തിൽ കൊണ്ടുവരുന്ന അത് അത് തുടങ്ങുന്ന 3 മാസം പ്രായമായിരിക്കുമ്പോഴാണ് നമുക്കൊക്കെ ആദ്യമായിട്ട് കണ്ണു തുറന്നിങ്ങനെ കാണുമ്പോൾ കാണുന്ന ലോകത്തിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. അത് ചില ഒച്ചയായിട്ട്, ചിലപ്പോൾ കരച്ചിലായിട്ടായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ചിരിയായിട്ടായിരിക്കും. പക്ഷേ അന്നേരം നമ്മളുടെ ക്രിയേറ്റീവ് ആക്ഷൻ തുടങ്ങുന്നത്.